ഹലോ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇതിപ്പോൾ എന്താ ക്രിസ്മസ് ആയിട്ടൊരു ഓണം വൈബ് എന്നല്ലേ. കറക്റ്റാണ്. ഇത് ഓണത്തിന് എടുത്തു വെച്ചിരുന്ന വീഡിയോ ആണ്. ഓണമല്ല, ഓണം കഴിഞ്ഞിട്ടാണ് എടുത്തത്. ഇവിടുത്തെ ഓണം പ്രോഗ്രാം ഓണം കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ, സൊസൈറ്റിയിലെ. പക്ഷെ അന്ന് എടുത്ത് വെച്ചായിരുന്നു. പക്ഷെ എനിക്കിത് എന്തായാലും പോസ്റ്റ് ചെയ്യണമെന്ന് വലിയ നിർബന്ധമായിരുന്നു. അപ്പം അതിൻ്റെ കുറച്ച് ക്ലിപ്പിങ്സ് ഞങ്ങളുടെ സൊസൈറ്റിയിലുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ തലേദിവസം നൈറ്റ് നമ്മൾ സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നടക്കുന്നതാണ് കണ്ടത്. ഇത് ഞാനും എൻ്റെ ഫ്രണ്ട്സും ഒരുപാട് ടീംസ് കുറേ ആൾക്കാർക്ക് ഓരോരോ വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൾച്ചറൽ ഇങ്ങനെ ഈ എക്സ്റ്റേണൽ ഡെക്കറേഷൻ കമ്മിറ്റിയിലൊക്കെ ആയിരുന്നു. അപ്പം അതിൻ്റെ തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ ഈ നടക്കുന്നത് കേട്ടോ. ചുണ്ടൻ വെള്ളമൊക്കെ ഉണ്ടാക്കുകയാണ്, പെയിൻറ് ചെയ്യുകയാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം കൂടി എഫേർട്ട് എടുത്തിട്ട് ചെയ്തതാണ്. ഇതൊരു ഫോട്ടോ ബൂത്താണ് കേട്ടോ ഔട്ട് സൈഡ് വെച്ചിരിക്കുന്നത്. നൈറ്റ് ഉള്ള ഒരു വ്യൂ ആണത്. പിന്നെ പകലാണത് മെയിൻ നമ്മളെ സെലിബ്രേഷൻ നെക്സ്റ്റ് ഡേ ആയിരുന്നു. അപ്പോൾ അതിനുള്ള സംഭവമാണ് കേട്ടോ കണ്ടത്. പിന്നെ ക്ലബ് ഹൗസിൽ ഇവിടെയൊക്കെയാണ് കുറച്ച് ഫോട്ടോ ഫാമിലി ആയിട്ട് ഉള്ളവർക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടും അതിനുള്ളൊരു ഫോട്ടോ സെറ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ഥലം നമ്മൾ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പുല്ലുപായൊക്കെ വെച്ചിട്ട് അതിനകത്ത് കുറച്ച് ഓണം തീമൊക്കെ വെക്കാനായിരുന്നു പ്ലാന്. അതിന് വേണ്ടിയിട്ടാണ് നേരത്തെ കണ്ട ഒരു ചുണ്ടൻ വെള്ളമൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും നെക്സ്റ്റ് ഡേയിലേക്കുള്ള ഫ്ലാഷ് മോബിനും കൾച്ചറൽ ഇവൻറ്റിന് വേണ്ടിയിട്ടൊക്കെ പ്രാക്ടീസാണ്. ഈ പൂക്കളം അത് ആണുങ്ങളുടെ വിഭാഗമായിരുന്നു. അവർ തലേദിവസം നല്ല ഭംഗിയില്ല, ഇതിൻ്റെ ഫുൾ ഇത് ഞാൻ കാണിച്ചു തരാം, ലാസ്റ്റിൽ ഇടാം. അങ്ങനെയായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 1.5 ആയി നമ്മളെല്ലാം കൂടി കഴിയുമ്പം 1.5 അല്ല അതിൽ കൂടുതലായി. പിന്നെ ഇത് നെക്സ്റ്റ് ഡേ രാവിലെ നമ്മളെല്ലാവരും റെഡിയായി നല്ല കേരള സാരിയും കേരള ഡ്രസ്സൊക്കെ ഇട്ട് പിന്നെ മാവേലിനെ വരവേൽക്കാനുള്ള ഒരു ഇതായിരുന്നു കണ്ടു കേട്ടോ. ചെണ്ടക്കാരും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല കളർ കോഡിലൊക്കെയാണ് വന്നത്. ആണുങ്ങളൊക്കെ ഒരു ബ്ലൂ ഷെയ്ഡിലും, ബാക്കി ഞങ്ങളെല്ലാവരും അങ്ങനെയൊന്നുമില്ല, മിക്സായിട്ട് ആണ് വന്നിരുന്നത്. നല്ലൊരു ഓണമായിരുന്നു കേട്ടോ. അത് എന്നും എനിക്കൊരു ഭയങ്കര സ്പെഷ്യലാണ് ഇവിടുത്തെ ഒരു ഓണം സെലിബ്രേഷൻ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഓണം. ഭയങ്കര നന്നായിട്ട് നമ്മൾ ആഘോഷിക്കാറുണ്ട്. പിന്നെ മഹാബലി ഇതുപോലെ ഒരു ബുള്ളറ്റിലൊക്കെയാണ് വന്നത്, വാമനനും ഒക്കെ ആയിട്ട്. അവിടുന്ന് മുതൽ നമ്മൾ താലപ്പൊലിയും ചെണ്ടമേളവും ഒക്കെ ആയിട്ട് വരവേറ്റ് പിന്നെ നമ്മൾ ഇവിടെ ആംഫി തിയേറ്റർ ഉണ്ട്, അവിടെയാണ് തിരുവാതിരയും കാര്യങ്ങളൊക്കെ. ഈ ഒരു ഏരിയയിലാണ് രാവിലത്തെ പരിപാടികൾ നടന്നിട്ടുണ്ടായിരുന്നത്. ഈവനിങ്ങിൽ സ്റ്റേജ് പ്രോഗ്രാം ഞാൻ ആദ്യം കാണിച്ച് അവിടെയില്ല, സ്റ്റേജ് ഡെക്കോർ ചെയ്തിരിക്കുന്ന അവിടെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു വെൽക്കം മഹാബലി, പിന്നെ ഓണത്തിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, സ്റ്റോറീസും അതുപോലെ തന്നെ ക്വിസ് കോമ്പറ്റീഷൻസ് അങ്ങനത്തെ ആയിരുന്നു കേട്ടോ, ഫൺ ആക്ടിവിറ്റീസൊക്കെ. അപ്പോൾ ചെണ്ടക്കാരൊക്കെ നല്ല ഓണമായിരുന്നു കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. എല്ലാവരും കുട്ടികളെന്നില്ല, വലിയവരെന്നില്ല, വയസ്സായവരെന്നില്ല, എല്ലാവരും ഒരുപോലെ എൻജോയ് ചെയ്യുന്നൊരു പരിപാടിയാണ്. പിന്നെ തിരുവാതിര അഡൾട്ടിനെയും പിന്നെ ചെറിയ കുട്ടികളുടെയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ രണ്ടുപേരും മിക്സ് ആയിട്ടുള്ള ഒരു ലാസ്റ്റ് പോർഷൻ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ആണുങ്ങളുടെ ഒരു കൾച്ചറൽ പരിപാടി, ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗേൾസിൻ്റെയും ഫ്ലാഷ് മോബ് ഉണ്ടായിരുന്നു. പിന്നെ കിഡ്സും മിക്സ്ഡ് ആയിരുന്നു കേട്ടോ, ലാസ്റ്റ് കിഡ്സ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിന് ശേഷമാണ് വടംവലിയൊക്കെ ഉണ്ടായിരുന്നു. ടഗ് ഓഫ് വാർ ഇത് ഞങ്ങളുടെ ടീമാണ്, ഞങ്ങളാണ് വിൻ ചെയ്തത്. അപ്പം അത് ആണുങ്ങളുടെയും കുട്ടികളുടെയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഗേൾസ് ബോയ്സ് അതുപോലെ തന്നെ മെൻസിൻ്റെത് പിന്നെ ലേഡീസിൻ്റെത്. അത് കഴിഞ്ഞ് പിന്നെ ഈവനിങ്ങിൽ ഞങ്ങളുടെ കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞ് സ്റ്റേജ് ഇവനെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇവരുടെ ഒരു എക്സ്റ്റേണൽ പ്രോഗ്രാം തൃശങ്കൻ്റെ ചെണ്ട മേളം അത് വെച്ചുള്ള വയലിനും ഒക്കെ ആയിരുന്നു. മെയിൻ ഓർക്കസ്ട്ര റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമായിരുന്നു കേട്ടോ. എല്ലാവരും ഒരുപോലത്തെ കളർ തീമിലുണ്ടായിരുന്ന ടീഷർട്ട്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഏകദേശം എല്ലാവരും ഒരു 95% ആൾക്കാരത് ഞങ്ങളത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ആ ഡ്രസ്സിലാണ് കാണുന്നത്. ഒരു തീമുണ്ടായിരുന്നു ആ ഒരു ടീഷർട്ടിന് വേണ്ടിയിട്ട്. സോ അതൊക്കെ കഴിഞ്ഞ് അതിനകത്ത് തന്നെ ഈ വട്ടം നല്ല വെറൈറ്റി ഒക്കെ ഉണ്ടായിരുന്നു. ഇതിനകത്ത് ഞാൻ ടോൺ ഇടാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് കിട്ടുന്നതുകൊണ്ടാണ് കേട്ടോ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനൊക്കെ. അതിനകത്തുള്ള ഒരാൾ ആണ് ഇതുപോലൊരു വേഷമൊക്കെ കെട്ടിയിട്ട് തെയ്യത്തിൻ്റെ പോലെയൊക്കെ വെച്ചിട്ട് ആടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും നല്ല ഓളമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരുടെയും ഒരു ഗ്രൂപ്പ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പരിപാടി അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയും ഞാൻ കഷ്ടപ്പെട്ട് ഇതൊക്കെ
ഒക്കെ ക്യാപ്ചർ ചെയ്തിട്ട് ഫോണിൽ ഇങ്ങനെ എടുത്ത് വെച്ചപ്പം അതെങ്ങനെയെങ്കിലും എന്തായാലും എനിക്ക് അപ്ലോഡ് ചെയ്യണം നല്ല ആശയമുണ്ടായിരുന്നു. പക്ഷെ എന്തോ ഒരു ഭയങ്കര തിരക്ക് കാരണം, ജോബിൻ്റെയും അതുപോലെ തന്നെ എൻ്റെ ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള തിരക്ക് കാരണം എനിക്കത് എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള കുറച്ച് ഫോട്ടോസൊക്കെ. ഇതെൻ്റെ കിഡ്സൊക്കെയാണ്. ഞങ്ങളുടെ ഡാൻസ് പ്രോഗ്രാം, ഞങ്ങളുടെ ഡാൻസ് മാസ്റ്ററാണ്, എൻ്റെ ടീമായിരുന്നു ഇത്. ഞങ്ങളുടെ ഇവൻ്റ് ഉണ്ടായിരുന്നു. ഇതെൻ്റെ ഫ്രണ്ട്സാണ്. ഇതെൻ്റെ അതുപോലെ തന്നെ കൊളീഗ്സ് വന്നിട്ടുണ്ടായിരുന്നു സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് കാണാനായിട്ട്. പിന്നെ ഇതെല്ലാം എൻ്റെ എന്താ പറയുക അപ്പാർട്ട്മെൻറ്റിൽ തന്നെയുള്ള എൻ്റെ ഫ്രണ്ട്സും നെയ്ബേഴ്സൊക്കെയാണ് കേട്ടോ. നല്ല രസമായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഓണം വരെ നമ്മളിനി കാത്തിരിക്കുകയാണ്. എന്ത് സെലിബ്രേഷൻ ഉണ്ടെങ്കിലും ഓണം സെലിബ്രേഷൻ പോലെ ആവത്തില്ല കേട്ടോ, അതൊരു പ്രത്യേക വൈബാണ്. അപ്പം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല ഞാനിത് അപ്ലോഡ് ചെയ്യാനായിട്ട് അത്രയും കാത്തുനിന്നുള്ളൊരു കാരണം ഇതെനിക്ക് മിസ് ചെയ്യണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.